എനിക്ക് കുറേ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പും ഞാൻ മെന്റലി ബ്രേക്ക് ഡൗൺ ആകുമ്പോഴും ഞാൻ ആരെയും അറിയിക്കാറില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നിട്ടുള്ളത്. അപ്പം എനിക്കിത് ഈസി ആയിരുന്നു. ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പം ഞാൻ ചെയ്ത സാധനങ്ങൾ വേറെ ഒരു കുറച്ചും കൂടെ ഒരു ഡബിൾ ഓഡിയൻസിലേക്ക് ചെയ്യണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ബിക്കോസ് എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫ് ഈസി അല്ലായിരുന്നു. ഇപ്പം ഞാൻ 29 ആയി. ബട്ട് 29 years വാസ് വെരി ഹാർഡ്. എന്നുവെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം എനിക്ക് ഹാർഡായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ജേർണി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്ക് വാസ് വെരി ബാഡ്. എന്നുവെച്ചാൽ നമുക്ക് നല്ലതുണ്ടായിട്ടില്ല എന്നല്ല. ഈ ബാഡ് എന്ന് പറയുമ്പോ ഇപ്പൊ തന്നെ ശ്രുതി പറഞ്ഞു ഒരു ഫേസ് ഉണ്ടായി, 7 വർഷം കഷ്ടപ്പെട്ടു, അതിന്റെ ഒരു മെന്റൽ പ്രഷർ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ലൈക്ക് നമുക്ക് വെളിയിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊരു ഡ്രീമിന് വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ഇതാകുന്നത്. അപ്പം ഇതിന് കേട്ടിട്ടുണ്ടെങ്കിൽ വരുന്നത് അച്ഛൻ എന്നെ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുപോകായിരിക്കും. ഇതൊക്കെ ഭയങ്കര ട്രോമയാ. ഇപ്പം നിന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ആയില്ലേ, ഇവന്മാരെന്തും പറഞ്ഞോട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഓൺലൈൻ കമന്റ് വരുമ്പോഴൊക്കെ ഇവ എന്ത് പറഞ്ഞാൽ എന്താ, നമ്മൾ പ്രൂവ് ചെയ്തിട്ടല്ലേ നിൽക്കുന്നത് എന്നുള്ളത്. അന്നത്തെ സമയത്ത് നമ്മളൊന്നും ആയിട്ടുമില്ല. ഈ പറഞ്ഞതുപോലെ നമ്മളെ കളിയാക്കുന്നവർ മാത്രമേ ഉള്ളൂ ചുറ്റും. അപ്പൊ ഈ പറയുന്നത് പോലെ വേർഡിങ്സ് ഒക്കെ അവർ ഒന്നും അറിയാതെ റാൻഡമായിട്ട് യൂസ് ചെയ്യുമ്പം നമുക്ക് വരുന്ന ഒരു പെയിൻ, ഇറ്റ് ഈസ് വെരി വെരി ബാഡ്. അപ്പം അത്രയും അത് എനിക്ക് ഓൾറെഡി എനിക്ക് കുറേ ട്രോമാസ് ഉള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ കൂടെ ഇത് ആഡ് ഓൺസ് ആണ് ആയിക്കൊണ്ടിരുന്നത്. അത് എന്നിട്ടും ഞാൻ വെളിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ അച്ഛനും നല്ല വിഷമമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഈ പറയുന്നത് പോലെ പറയുമ്പോൾ. പക്ഷെ എൻ്റെ അച്ഛനും ഈ പറയുന്നത് പോലെ എനിക്കൊന്നും ഞങ്ങൾ ഒരു ക്യാരക്ടർ തന്നെയാണ്. വെളിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. വി സ്റ്റിൽ ഫോട്ട് ഫോർ ഇറ്റ്, വി റീച്ച് ദയർ. ശ്രുതി 1 വർഷം മുന്നേ ഒക്കെ ഡിപ്രഷനെ പറ്റി പലതും സംസാരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രുതിയുടെ യൂട്യൂബ് ചാനലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ജോഷ് ടോക്കിലാണെങ്കിലും എല്ലാം തന്നെ. ഇപ്പൊ ശ്രുതി പറഞ്ഞു വന്നപ്പോ പല മനുഷ്യർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ശ്രുതിക്ക് എന്താ തോന്നുന്നത്? ഇപ്പൊ നമ്മള് സ്ത്രീകൾ പ്രത്യേകിച്ചും എനിക്ക് മൂഡ് സ്വിങ്സ് വരും, നമുക്ക് എല്ലാവർക്കും മൂഡ് സ്വിങ്സ് വരും. ഈ മൂഡ് സ്വിങ്സിനെ പലരും ഡിപ്രഷൻ ആയിട്ടൊക്കെ പറയുന്നവരുണ്ട്. എനിക്ക് ഡിപ്രഷൻ. ഇപ്പൊ 11ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേര് 1 പറഞ്ഞു 2 എനിക്ക് ഡിപ്രഷനാ എന്ന് ഒറ്റയടിക്ക് അതങ്ങോട്ട് പറയാം. ബിക്കോസ് എന്താ വെച്ചാൽ ഇപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആലങ്കാരികമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഡിപ്രഷൻ ആണ്. എനിക്ക് തന്നെ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ട് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ട് വരുമ്പം ഇവർക്ക് പണിയെടുക്കുന്ന കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഡിപ്രഷൻ. പണിയെടുക്കാതെ നമുക്ക് സിനിമയ്ക്ക് പോയാലും മറ്റേ ബീച്ചിൽ പോയാലും കറങ്ങാൻ പോയാലും ഒന്നും ഒരു ഡിപ്രഷനും ഇല്ല. അല്ല, ഞാനത് ചോദിക്കാൻ വരുന്നത്, അതായത് മീൻസ് ഇത്രത്തോളം പറയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഹൗ ഡു യു ഡിഫൈൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കണ്ടുവന്നു? ലുക്ക്, ഓരോരുത്തർക്കും ഡിപ്രഷൻ ഡിഫറെന്റ് ആണ്. പക്ഷെ നമുക്ക് അതൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ദർ ഈസ് ആൻസൈറ്റി, ദർ ഈസ് ഡിപ്രഷൻ, ദർ ഈസ് മൂഡ് സ്വിങ്സ്. ഇതെല്ലാം എന്നും പറഞ്ഞ് ഇതൊന്നും നിസാരമാണെന്നല്ല. നമുക്ക് ചിലപ്പോൾ ആൻസൈറ്റി ഉണ്ടാവും, ചിലർക്ക് ചില ഇൻസെക്യൂരിറ്റീസ് കാരണം ആൻസൈറ്റി ഉണ്ടാവും. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ പാനിക് അറ്റാക്സ് വരാം. ആൻസൈറ്റി ഈസ് ഓൾസോ ഭയങ്കര ക്രൂഷ്യലാണ്. നമുക്ക് ഈ പാനിക് അറ്റാക്സ് എന്നൊക്കെ പറയുന്നത് അത് ഹാൻഡിൽ ചെയ്യാൻ അത്ര ഈസി അല്ല. കാരണം ചുറ്റുമുള്ളവർ പോടി നീ അഭിനയിക്കാം എന്നുള്ളൊരു സാധനം വരും. അപ്പൊ അതത്ര എളുപ്പമൊന്നും അല്ല പാനിക് അറ്റാക്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പാണ്. എന്നുവെച്ചാൽ നമുക്കൊരു പോയിന്റ് കഴിയുമ്പോഴല്ലോ വി കനോട്ട് ഫീൽ എനിത്തിങ്. പെയിൻ ആണെങ്കിലും ഒന്ന് കരയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പറയുന്നത് പോലെ ചിരിക്കണോ, ചിരിച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചിരിക്കാം. ആ ഒരു സ്റ്റേജിലേക്ക് പോകും. നമുക്കൊരു മന്ദതയായിരിക്കും. ഇതിനകത്തൊന്നും നമുക്ക് യാതൊരു അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് യാതൊരു എതിർപ്പുണ്ടാവില്ല. നമ്മളെ പറ്റി അങ്ങനെയാണോ, ശരി ഞാൻ അങ്ങനെയാണ്, അങ്ങനല്ലേ, ഓക്കെ ഞാൻ അങ്ങനെയല്ല. ഇതൊരു ഭയങ്കര ഒരു വോയിഡാണ്. ഒരു വോയിഡ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഞാനൊരു ഒരു സാധനം എന്തെങ്കിലും ആയിക്കോട്ടെ, ഇപ്പൊ പേര് തന്നെ അമ്മുനെ ഞാൻ അമ്മൂ എന്ന് മാത്രം പറഞ്ഞിട്ട് ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് തരാം, ഇത് ലൂപ്പിലിട്ടിട്ട് ചെവിയിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇരുന്നോളാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ട്രോമ വന്നപ്പം ഇതായിട്ടുണ്ടാവും. ഈ വേർഡ് ആരെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ ലൂപ്പിലായിരിക്കും കിടക്കുന്നത്. നമുക്ക് ഇതിന്ന് നമുക്കറിയാം നമ്മുടെ റിയാലിറ്റി ഇതാണ്, നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ഇവിടെയാണ്, നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് വരാൻ പറ്റത്തില്ല. നമ്മുടെ സോൾ എവിടെയോ പോയി എന്നുള്ളൊരു ഫീൽ വരത്തില്ലേ? അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഞാൻ കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കറിയില്ല ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഭൂരിഭാഗം പേർക്കും വർക്കൗട്ട് ആണ്. കാരണം ഞാൻ ഈ പറയുന്നത് പോലെ പലർക്കും പലതായിരിക്കും വർക്കൗട്ട് ആവുന്നത്. ഞാൻ കൗൺസിലിംഗ് ഒക്കെ ട്രൈ ചെയ്തിട്ടുള്ളതാ. എനിക്കതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. കാരണം എൻ്റെ ട്രോമാസ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഞാൻ ഓപ്പൺ അപ്പ് ആവാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ്. എനിക്കത് പറ്റത്തില്ലായിരുന്നു നേരത്തെ തൊട്ടേ.
തുറന്ന് സംസാരിക്കാനുള്ള അത് ബുദ്ധിമുട്ടുണ്ട്. അത് പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് കാരണം എന്റെ ശരിക്കും ബോഡി റിയാക്ട് ചെയ്യും. എനിക്കൊരു പോയിന്റ് എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമ്പോഴത്തേക്ക് എന്റെ ബോഡിയിൽ ഇവിടൊക്കെ ഇങ്ങനെ ചുറിഞ്ഞ് ചുമക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ ബോഡി റിയാക്ട് ചെയ്യും എനിക്ക് അത്രയും സിവിയർ ആയി പോയി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കിത് എന്താണ് എനിക്ക് ഇതിന്ന് വെളിയിൽ വരാൻ പറ്റാത്തത്, എനിക്ക് ആ പെയിൻ എന്താണ്, ഇത് ഞാൻ കുറേ ചിന്തിച്ച് ഭ്രാന്തെടുത്തിട്ടുണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഓവർകമ്മിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ തന്നെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നപ്പം ഇൻ ബിറ്റ്വീൻ ഒരു 1 year ബാക്ക്, 1 year ആയിട്ടില്ല തോന്നുന്നു, 1 year ആകുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം വാട്ടെവർ അറൌണ്ട് 1 year ബാക്ക് ഞാൻ ഇവിടെ പോയിരുന്നു, കണ്ണൂര്. എന്റെ ഫ്രണ്ടിന്റെ വീടുണ്ട് അവിടെ. അവന്റെ അടുക്കെ പോയി കുറച്ച് ദിവസം 2 ദിവസം അവിടെ നിൽക്കാന്ന് പറഞ്ഞ് അവിടെ പോയപ്പോഴും എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാൻ പറ്റുന്നില്ല ഒന്നിലേക്കും. എന്റെ ശ്രദ്ധിക്കാനും ഒന്നും പറ്റുന്നില്ല. എന്റെ തലയിൽ എനിക്ക് ആരെങ്കിലും വന്നിങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇറിറ്റേറ്റഡ് ആവുകയാണ്. അപ്പോഴാണ് ഈ ബുക്ക് കാണുന്നത്. ഈ ബുക്ക് വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പം ഐ റിയലി വോണ്ട് ടു സേ എന്താണ് എൻ്റെ റൂട്ട് കോസ് എന്ന്. ഞാൻ ഇന്നേ വരെ എൻ്റെ റൂട്ട് കോസ് എന്താണ്, അത് എനിക്ക് ഫൊഗീവ് ചെയ്യണമെന്നുള്ളൊരു സാധനം വന്നിട്ടില്ല. അപ്പം ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻസിന് ചുമ്മാ ഇരുന്ന് ആൻസർ ചെയ്യാൻ നോക്കി. അങ്ങനെ ആൻസർ ചെയ്ത് വന്നപ്പം ഐ ഫൗണ്ട് ഔട്ട് എനിക്ക് എന്താണ് പ്രശ്നം, എൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴാണ് ഐ ഫെൽറ്റ് റിലീവ്ഡ്. ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന്. അത് കഴിഞ്ഞ് എനിക്ക് ഇന്നേവരെ അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടില്ല. ഇപ്പോൾ ശ്രുതി നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ എന്തൊന്ന് ഇടിച്ചാലും എന്നെ ഏക്കില്ല. ആ ഒരു അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനിപ്പോ എന്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ് തുടങ്ങിയതിൽ വരുന്നതും നമ്മളൊരു എന്താ പറയാ, നമുക്കൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഫെയിലിയേഴ്സ്. അത് ഞാൻ എല്ലാ എന്റർപ്രണേഴ്സിനോടും പറയും. കാരണം നമ്മൾ തോക്കാൻ റെഡി ആണെങ്കിൽ വി ക്യാൻ ഡു എനിത്തിങ്. ബിസിനസ് എന്നല്ല, ജീവിതത്തിൽ എന്തും ചെയ്യാൻ പറ്റും. തോക്കാൻ റെഡി ആയിരിക്കണം. തോൽവിയെ പേടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നടപടിയാവില്ല. തോൽവിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം. അവിടെയാണ് എൻ്റെ ഈ 29 വർഷത്തിലും തോൽവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ പറഞ്ഞ 2ാം ക്ലാസ്സിൽ തോറ്റത് തൊട്ട് അങ്ങോട്ടേക്ക് മൊത്തം എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ചെയ്യുന്നതിൻ്റെ എക്സ്ട്രീം ഉണ്ടല്ലോ. നമ്മൾ എല്ലാം കൊണ്ടും ജീവിതത്തിൽ തോറ്റ് ഇനി ഒന്നും ഇല്ല. ചിലർക്ക് ഇപ്പൊ തന്നെ പിള്ളേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരുടെ പേരൻസ് നിനക്ക് എന്താ ഫസ്റ്റ് കിട്ടാഞ്ഞത്. ഇപ്പൊ ഒരു അവിടെ ഫിസിക്കലി ആ കുട്ടി തോറ്റുപോയി, പക്ഷെ അവിടെ അതെന്തിനാണെന്ന് പറയുന്നത്, ആ കുട്ടി എഫേർട്ട് ഇട്ടു, ഇറ്റ്സ് ഓക്കെ, നീ നിന്റെ അടിപൊളിയായിട്ടാ ചെയ്തതെന്ന് പറഞ്ഞു വിടേണ്ട കാര്യമുള്ളൂ. പക്ഷെ അവിടെ പറയുന്നത് എന്താ, മറ്റവൻ കണ്ടോ, അവൻ ഓടി എത്തിയത് കണ്ടോ, നീ ഇങ്ങനെ നടന്നോ, നിനക്ക് ഇങ്ങനെ ഇരുന്നിട്ടാ, നീ കഴിക്കണ്ട, നീ മുട്ടയും പാലും കുടിക്കാത്തോണ്ടാ. വാട്ട് ഡ്യൂഡ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരഘടന വ്യത്യാസമാണ്. ഓരോരുത്തർക്കും ഇപ്പം ഞാൻ പഠിത്തത്തിൽ നല്ല ഉറപ്പായിരുന്നു. ഞാൻ +2 എനിക്ക് +1 ഞാൻ തോറ്റുപോയതാ. +1 ഞാൻ പറഞ്ഞു, എനിക്ക് തോൽവിയുടെ കഥ പറയാൻ തോൽവി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. +1 തോറ്റ് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. എന്നിട്ട് ലാസ്റ്റ് എൻ്റെ പേരൻസ് വന്ന് ഇനിയും തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് മാറിക്കോളാം, സ്കൂളിൽ യാതൊരുവിധ ബന്ധവും ഇതിനില്ല, സ്കൂൾ ഉത്തരവാദികളല്ലാന്ന് എൻ്റെ പേരൻസ് വന്ന് എഴുതി കൊടുത്താലേ തിരിച്ച് കയറ്റുള്ളൂ. +2 ക്ലാസ് അപ്പം തുടങ്ങി, തിരിച്ച് കയറ്റുള്ളൂ എന്ന് പറഞ്ഞ്, എന്നാന്ന് വെച്ചാൽ എക്സാം എഴുതിയെങ്കിലും കയറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇത് വന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ചു പോയ തലേ നിറച്ച് മുല്ലപ്പൊക്കെ വെച്ചിട്ട് കണ്ണൊക്കെ എഴുതി ഒരുങ്ങിയാണ്. തോറ്റേൻ്റെ ഒരു കുഴപ്പം എനിക്കില്ലായിരുന്നു. ഇറ്റ് ഈസ് ലൈക്ക് ഞാൻ അന്ന് തോൽവി ഭയങ്കര എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് ചീത്ത വിളിച്ചിട്ടില്ലെന്നല്ല, കേൾക്കാത്തതൊന്നും ഇല്ല. ഒന്ന് ആലോചിച്ചൊക്കെ, നാണക്കേടാണ്. എന്റെ വീട്ടിലെ എല്ലാരും മറ്റേ ഫുൾ A+ഓടെ കൂടിയാ പാസ്സായിക്കൊണ്ടിരിക്കണേ. അപ്പോഴാണ് എനിക്ക് 80-ൽ 8 മാർക്ക് ഫിസിക്സിന്. ലുക്ക്, ഫിസിക്സ് ഈസ് നോട്ട് മൈ സബ്ജക്ട്. അതിപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എൻറൂട്ട് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ വന്നപ്പോഴും എനിക്ക് ആദ്യം മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എക്സാം ടൈം ആയപ്പോഴത്തേക്കും ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു, വയനാട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോളേജ് ലൈഫ് ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവിടെ ഉഴപ്പി. എനിക്കൊരു 4 മാർക്കിന് ഏവിയേഷൻ്റെ പേപ്പർ പോയത്, അത് എഴുതിയെടുക്കായിരുന്നു ഞാൻ. പക്ഷെ എഴുതിയെടുത്തില്ല. അവിടെയും തോൽവി. അവിടെ വീണ്ടും വീട്ടുകാരുടെ വായിക്കുന്നത് മൊത്തം ഞങ്ങളുടെ പൈസ കളയാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞ് കേട്ടോണ്ടേ ഇരിക്കാം. നമ്മളിപ്പോ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ ഫിസിക്കൽ ആയാലും മെന്റൽ തോൽവി ആയാലും വി ഹാവ് ടു ബൗൺസ് ബാക്ക്. കാരണം അത് നമ്മൾ ഫേസ് ചെയ്യണം. നമ്മളിത് കണ്ടിന്യൂസ്ലി ഫേസ് ചെയ്ത് വരുമ്പം നമുക്കിത് എങ്ങനെ ടാക്കിൾ ചെയ്യാന്ന് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് നമ്മളുടെ സ്ട്രെങ്ത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പോയി ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഞാനൊരു നല്ല തോൽവിയായിരിക്കും. ഒന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ കയ്യിൽ മുറിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വേറെ ആരുടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കപ്പ തലകറക്കം വരും. അപ്പം
ഇറ്റ് ഈസ് ലൈക്ക് എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഡോക്ടർ. ഞാനൊരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന ആ വീട് കെട്ടിടം പൊളിഞ്ഞ് താഴെ വീടുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല. സെൽഫ് റിയലൈസേഷനിലെ ഭയങ്കര ഡെഫിനറ്റ്ലി, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അതെന്റെ അല്ല. അപ്പം ഐ റിയലി അപ്രീഷിയേറ്റ്. കാരണം എന്താ വെച്ചാൽ അത്രയും ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഡോക്ടറായിട്ടും എഞ്ചിനീയർ ആയിട്ടും, കാരണം ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ബിൽഡിംഗ് അവിടെ കെട്ടിപ്പണിത് എടുക്കണം. ഓരോ പ്രൊഫഷനും, ഈവൻ ഞാനൊരു ഷെഫ് ആയാലും അവിടെയും തോൽവിയായിരിക്കും. എന്ത് ആത്മവിശ്വാസത്തോടെയാണ് ഇതെല്ലാം പറയുന്നത്. അതാണ് വേണമെന്ന് ഞാൻ പറയുന്നത്. നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. അത് നമുക്ക് നമ്മുടെ ഇപ്പൊ വരുന്ന ജനറേഷന്റെ പ്രശ്നം എന്താണെന്നറിയോ? അത് അവർക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു നാണക്കേട് പോലെയാണ്. അയ്യോ ഇതെനിക്ക് എങ്ങനെ അറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നല്ല അഭിമാനത്തിലാണ് പറയുക, എനിക്കത് ചെയ്യാൻ അറിയില്ല. അറിയാത്ത പണി ഞാൻ ചെയ്യാൻ പോകാറുമില്ല. എന്തിനാണ് വെറുതെ? ബിക്കോസ് നമുക്ക് അറിയാവുന്ന പണി ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം അതിലെന്താ അറിയാം, അതിൽ നമുക്കൊരു ഇഷ്ടം വേണം അതിനോട്, നമുക്ക് ചെയ്യുന്ന ഒരു ജോലിയോട്. ഇപ്പൊ ഞാൻ പ്രൊഫസർ ആവാൻ പോയതും എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല. ഐ റിയലി ലൈക്ക് ദാറ്റ്. എന്റെ കൂടെ പഠിച്ചവരോട് ചോദിച്ചാൽ അറിയാം, എനിക്ക് നന്നായി പഠിപ്പിക്കാൻ അറിയാം. അപ്പം ഐ റിയലി ലവ് ദാറ്റ്. ഇപ്പം ഞാൻ ജേർണലിസം എടുത്തതും ഞാൻ ഒരു ക്ലാസ് പോലും കയറിയിട്ടില്ല. ഞാൻ 1-2 ക്ലാസ് എങ്ങാനും കയറിയിട്ടുണ്ടാവും. എല്ലാ സെമ്മും കണ്ടർനേഷൻ അടച്ചിട്ടുണ്ട്. എല്ലാ സെമ്മും അറ്റൻഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എക്സാമിന് ഒരാഴ്ച മുമ്പ് എക്സാം ഏതൊക്കെയാന്ന് എഴുതും. ടീച്ചേഴ്സ് തന്ന ഒരു നോട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ റിസർച്ച് ചെയ്ത് ഞാൻ നോട്ട് ഉണ്ടാക്കും. എൻ്റെ നോട്ട് വെച്ചാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പഠിപ്പിക്കുക. അവരെ പഠിപ്പിച്ചു കൊടുക്കും. അല്ലാതെ ഞാൻ പഠിക്കലില്ല. അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം എൻ്റെ കുരുത്തം കേട്ട 2-3 ഫ്രണ്ട്സിന് ഞാൻ തുണ്ടും എഴുതി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം എഴുതുമ്പോൾ ഞാൻ പഠിക്കുമല്ലോ. എന്നിട്ട് പോയിട്ട് ഞാൻ എക്സാം എഴുതിയിട്ട് വരും. പക്ഷെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ടോപ്പറൊക്കെ എനിക്ക് തന്നെ. ടോപ്പർ ആയിരിക്കുമോ? അയ്യോ അത് ഭയങ്കരമാണ്.